ഹായ് ഗൈസ്, ചെമ്പനീർ പൂവ് പ്രൊമോയിലേക്ക് സ്വാഗതം. അങ്ങനെ രാത്രി എല്ലാവരും അവരവരുടെ റൂമിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. സച്ചിയും രേവതിയും പലതും പറഞ്ഞ കൂട്ടത്തിൽ സച്ചി പറയുന്നുണ്ട്, ഞാനേ കല്യാണത്തിന് മുമ്പ് വീടും ബാറും കൂട്ടുകാരും ഒക്കെയായി ജോളി അടിച്ചു പൊളിച്ച് നടന്ന ഒരാളാണ് എന്ന്. അത് കേട്ടതും രേവതി ദേഷ്യത്തോടെ, അതെന്താ സച്ചിയേട്ടാ, കല്യാണം കഴിഞ്ഞപ്പോ ജോളിയൊക്കെ പോയോ? അയ്യോ രേവതി, ഇപ്പോഴും ജോളി പോയിട്ടൊന്നുമില്ല. അത് വേറെ ജോളി, ഇത് വേറെ ജോളി എന്ന് പറയുന്നു. പിന്നീട് നമ്മുടെ സുധി എന്താണെന്നറിയില്ല, വളരെ ഹാപ്പിയായി കുറെ ടെക്സ്റ്റൈൽസിന്റെ കവറൊക്കെ ആയിട്ട് വരുന്നുണ്ട്. സുധി ഒരു ജ്വല്ലറി ബോക്സ് എടുത്ത്, ശ്രുതി നിനക്ക് ഞാനൊരു നെക്ലസ് ആണ് വാങ്ങിയത്, ഒന്ന് നോക്കിയേ, എത്ര രൂപയുടെ നെക്ലസ് ആണെന്നറിയോ? ശ്രുതി ഭയങ്കര ഹാപ്പിയായി വേഗം ആർത്തിയോടെ അത് തുറന്നു നോക്കുന്നുണ്ട്. അത് കണ്ട് ചന്ദ്രമതിക്കും കൊതിയായി. എടാ എനിക്കൊന്നുമില്ലേ എന്ന് ചോദിക്കുകയാണ് ചന്ദ്രമതി. അമ്മയ്ക്കുമുണ്ട്, അമ്മയ്ക്കൊരു പട്ടുസാരിയാണ്, 20,000 രൂപയുടെ പട്ടുസാരിയാണ്, നോക്കമ്മേ, അമ്മയ്ക്ക് ഇഷ്ടായോ എന്ന്. ചന്ദ്രമതി അത് തുറന്ന ദേഹത്തൊക്കെ വെച്ച് നോക്കുന്നുണ്ട്. അന്നേരം രേവതി സച്ചിയോട് പറയുന്നത്, അല്ല സച്ചിയേട്ടാ, അമ്മയ്ക്ക് 20,000 രൂപയുടെ സാരി വാങ്ങിയാൽ അച്ഛന് ഒരു 30,000 രൂപയുടെ ഡ്രസ്സെങ്കിലും വാങ്ങണ്ടേ? അച്ഛനുള്ളത് ഞാൻ വാങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് നല്ല വലിപ്പമുള്ളൊരു കളർ തോർത്തെടുത്ത് ഞാൻ അച്ഛന് വാങ്ങിയത് കണ്ടു, ഒരു അടിപൊളി തോർത്ത്, അതും അച്ഛന് ഇഷ്ടപ്പെട്ട കളറ് എന്ന് പറഞ്ഞ് അത് നിവർത്തി അച്ഛന്റെ തോളത്ത് ചുറ്റുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ സച്ചിക്കും രേവതിക്കും ഭയങ്കര സങ്കടമായി. അമ്മയ്ക്ക് വില കൂടിയ സാരിയും വാങ്ങി അച്ഛനെ മനഃപൂർവ്വം അപമാനിച്ച പോലെ തോന്നുന്നുണ്ട് അവർക്ക്. സുധിയുടെ അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. ചന്ദ്രോദയം വീട്ടിൽ നിന്നും ആദ്യം ചവിട്ടി പുറത്താക്കേണ്ടത് സുധിയെ തന്നെയാണ്, അതിന് പറ്റിയ ഒരു ഭാര്യയും. ഇതാണ് പ്രമോ വിശേഷമായി കാണിച്ചത്. പ്രമോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത ഒരു എപ്പിസോഡിന്റെ പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.